ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇതാ കുഞ്ഞാപ്പൂക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്, അതിന് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അത് രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗുഡ് മോർണിംഗ് പറയാണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ ഒച്ചപ്പാട് കാരണം അത് മ്യൂട്ടാക്കിയതാണ് കേട്ടോ. പിന്നെ രാവിലെ ഇന്ന് കറി വെക്കുന്നത് ഉരുളക്കിഴങ്ങും തക്കാളിയാണ്. എന്നത്തെയും പോലെ തന്നെ എന്താണ് ഈ കറി വെക്കേണ്ടത് എന്നുള്ള ചിന്താഗതി രാവിലെ എണീറ്റാൽ വല്ലാത്തൊരു കുഴപ്പമുള്ള കാര്യമാണ് കേട്ടോ. എല്ലാ അമ്മമാർക്കും ഉണ്ടാവില്ല ഇതേ ഒരു കുഴപ്പം. എന്താണ് എന്ന് ഈ കറി വെക്കേണ്ടത് വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെ അത് തേങ്ങയൊന്നും അരച്ചിട്ടില്ല, ഒന്ന് താളിച്ച് കറി വെച്ചു കേട്ടോ. അവിടെ തേങ്ങ അരക്കണ ആർക്ക് ഇഷ്ടമില്ല എന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേരി വെച്ചത്. 2 ചെറിയ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ പൊന്നിനും ചോറുണ്ടോണല്ലോ എന്ന് ആലോചിച്ച് അതിന് ഉപ്പേരി വെച്ചു കേട്ടോ. കൂർക്കയുണ്ട്, അതിനകത്ത് മെനക്കെട്ട പണിയായതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടമാണ് താനും, മെനക്കേട് കൂടുതലായതുകൊണ്ട് അതിനവിടെ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ആ സമയം കിട്ടുമ്പോൾ ഒന്ന് നന്നാക്കി ഉപ്പേരി വെക്കണം കേട്ടോ. പിന്നെ പൊന്നൂന് കൊണ്ടുപോകാനും എനിക്കും കുഞ്ഞാപ്പൂനും ഉച്ചയ്ക്ക് കഴിക്കാനും ഇത് ധാരാളമായിട്ടുണ്ടാവും. പിന്നെ പൊന്നുകുട്ടി ഇതാ പോകാൻ വേണ്ടി ഇവിടെ റെഡി ആവുന്നുണ്ട്. അവൾക്ക് ഇന്ന് SPC ഡ്യൂട്ടിയുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ രാവിലെ എൻ്റെ പുട്ടും കുറ്റിയിലെ ചില്ലിയെ കാണുവാനില്ല, അതുകൊണ്ട് തന്നെ പുട്ട് ഞാനിത് എളുപ്പത്തിന് ഇതാ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പഴവും മുകളിലിട്ട് അങ്ങോട്ട് ആവിയേറ്റി എടുത്തുട്ടാ. പിന്നെ പൊന്നൂന് ഇതാ ചോറ് ടിപ്പിയും പാത്രത്തിൽ പാർസലാക്കിയിട്ടുണ്ട്. എന്നത്തെയും പോലെ എൻ്റെ മോള് നിന്ന് തന്നെയാണ് ഇന്നും ഭക്ഷണം കഴിക്കൽ. പിന്നെ ഇതാ ലാസ്റ്റ് ഘട്ടം എല്ലാവരും ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി, കുഞ്ഞാപ്പൂന് കഴിക്കാനും കൊടുത്തു. ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ. ഓക്കെ, ബൈ.